വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പത്രമാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിലെ വിവിധ വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായ വിശ്വകർമ്മ ഐക്യവേദി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിലേക്ക് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന ജനുവരി 26 ഞായറാഴ്ച എറണാകുളം അധ്യാപക ഭവനിൽ വെച്ച് വിപുലമായിട്ടുള്ള ഒരു കൺവെൻഷൻ ചെയ്യുക. എറണാകുളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള MLA CJ വിനോദാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വിശ്വകർമ്മ സഭ ഉയർത്തി കാണിക്കുന്ന പൊതുപ്രശ്നങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായി സംസാരിക്കുന്നതിന് വേണ്ടി വിശ്വകർമ്മ ഐക്യവേദിയുടെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ശ്രീ KK ചന്ദ്രൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം നമസ്കാരം. കേരളത്തിലെ വിശ്വകർമ്മ സംഘടനകളുടെ ഐക്യവേദിയായി ഐക്യ സമിതിയായിട്ടാണ് വിശ്വകർമ്മ ഐക്യവേദി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തത്. 513/2024 പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് വിശ്വകർമ്മ ഐക്യവേദി. കേരളത്തിലെ വിവിധ വിശ്വകർമ്മ സംഘടനകളുടെ ഈ കൂട്ടായ്മയുടെ ഫലമായി സമൂഹത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും തുടർന്നുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ 26 കേരളത്തിലെ വിശ്വകർമ്മ സംഘടനകളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നേതാക്കന്മാരെ വിപുലമായിട്ടുള്ള ഒരു കൺവെൻഷൻ എറണാകുളത്ത് അധ്യാപക ഓഡിറ്റോറിയത്തിൽ നടത്തി. ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ സാമൂഹ്യപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, അതുപോലെ തന്നെ വിവിധ സാഹചര്യങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ഒരു വിഭാഗമാണ് വിശ്വകർമ്മ സമുദായം. അധികാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യ അംഗീകാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു പരിധിവരെ അവഗണിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. അതിന് മാറ്റം വരുത്തുവാൻ വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. 93-ാം ഭരണഘടനാ ഭേദഗതിയും 94-ാം ഭരണഘടനാ ഭേദഗതിയും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയിട്ടുള്ള പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൽ 9-ാം ഷെഡ്യൂളിലും 6-ാം ഷെഡ്യൂളിലുമായി പറഞ്ഞിട്ടുള്ള OBC സംവരണം, അധികാര സ്ഥാനങ്ങളിൽ OBCക്ക് 23% സംവരണങ്ങളുള്ള വിധി എന്ന ഉത്തരവ് കേരള ഗവൺമെന്റ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇന്ത്യയിൽ 21 സംസ്ഥാനത്ത് ഇതിനോടൊപ്പം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ OBC സംവരണം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഈ OBC സംവരണം 27% OBC വിഭാഗങ്ങളുടെ സംവരണം കേരളം നടപ്പിലാക്കണം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ കേസ് കൊടുത്തിട്ടുള്ള ശ്രീ നികേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് 21 സംസ്ഥാനം നടപ്പിലാക്കിയ നിയമങ്ങൾ, ഉത്തരവുകളടക്കം പാസ്സാക്കി കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് നോട്ടീസ് അയച്ചപ്പോൾ അത് മറുപടി വന്നിരിക്കുന്നു. കഴിഞ്ഞ 17-ാം തീയതി കേരള ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ തയ്യാറല്ല എന്നാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഈ മറുപടിക്കെതിരായി ഞങ്ങൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന OBC വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് ഞങ്ങൾ. മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും കുറെ മുമ്പിലാണ്. വിശ്വകർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് നേടിയെടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് കേരളത്തിലെ വിശ്വകർമ്മ സംഘടനകളാകെ ഈ സംവരണം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത് അധികാരസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രക്ഷോഭത്തിനാണ് ഞങ്ങൾ 26-ാം തീയതി തുടക്കം കൊടുക്കുന്നത്. കേരളത്തിൽ ഞങ്ങൾക്കറിയാം, കേരളത്തിലെ 946 പഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 153 ബ്ലോക്കുകളിലും 6 കോർപ്പറേഷനുകളിലും 14 ജില്ലാ പഞ്ചായത്തിലുമായി 1500ഓളം ജനപ്രതിനിധികളെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വിശ്വകർമ്മ സമുദായത്തിലുള്ളത്. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം
അത് ഗവൺമെന്റ് നടപ്പിലാക്കൂല എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റാണ്. അതിനെ ഞങ്ങൾ എതിർക്കുകയാണ്. കേരളത്തിലെ എല്ലാ പുരോഗമന വിഭാഗങ്ങളും ചേർത്തുകൊണ്ട് തന്നെ ഈ വഴി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് തുടക്കം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഞങ്ങൾ 26-ാം തീയതി വിശ്വകർമ്മ സംഘടനകളുടെ ഏകോപന സമിതി തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് 1931 അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ജാതി തിരിച്ചുള്ള കണക്കുകൾ പോകുന്നത്. ഞങ്ങൾക്ക് സംവരണം വളരെ കുറവാണ്. അന്നത്തെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് 3% സംവരണമാണ് അനുവദിച്ചു വന്നിട്ടുള്ളത്. 93 വരെ 80 കൊല്ലം 85 കൊല്ലം കഴിഞ്ഞിരിക്കും. ഇപ്പോഴും ആ കണക്ക് വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. 2011 ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയായിരിക്കെ ജാതി സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് പ്രത്യേകിച്ച് സെൻസസ് ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ പൈസ കൊടുക്കുകയും അഡീഷണൽ ആയി ജാതി സെൻസസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യം സംവരണാനുകൂല്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ജാതി സെൻസസ് എടുത്തുകൊണ്ട് ജനങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ക്ഷേമ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കിട്ടണം എന്നാണ് ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിച്ചത്. അതിപ്രധാനമായ മറ്റൊരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള 2 വർഷമായി, നാളത്തേക്ക് 2 വർഷമാകുകയാണ്. ജനുവരി 10 2022 ജനുവരി 10 ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ചത് PM വിശ്വകർമ്മ പദ്ധതി. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. PM വിശ്വകർമ്മ കൗശല യോജന എന്ന പദ്ധതി നടപ്പിലാക്കി. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, വിശ്വകർമ്മ ഐക്യവേദി ഇന്ത്യയിൽ ആദ്യമായി വിശ്വകർമ്മ എന്ന നാമധേയം ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ച അതിൽ ഞങ്ങൾ നടപടി സ്വീകരിച്ച പ്രധാനമന്ത്രിയെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു, ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷെ പിന്നീട് വന്ന അതിന്റെ ടേംസ് ആൻഡ് റെഫറൻസ് വന്നപ്പോൾ ഞങ്ങളെ വലിയ വിഷമത്തിലാക്കിയിരിക്കുന്നത്. വിശ്വകർമ്മ എന്ന് പറയുന്ന പദ്ധതി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോഴും അതിന് ഫണ്ട് അനുവദിച്ചപ്പോഴും ഞങ്ങൾ വിശദീകരിച്ചപ്പോഴും എല്ലാം വിശ്വകർമ്മയ്ക്കുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അവരുടെ പരമ്പരാഗത തൊഴിലുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതി എന്ന നിലയ്ക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടില്ല, അങ്ങനെയല്ല. അതിന്റെ ടേംസ് ആൻഡ് റെഫറൻസ് വന്നപ്പോൾ 18 വിഭാഗം വരുന്നത് തൊഴിലാളികളെ, കൈത്തൊഴിൽക്കാരായ 18 വിഭാഗത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വകർമ്മ എന്ന പേരിട്ടുകൊണ്ട് മറ്റിതര സമുദായത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ ഭാവിയിൽ ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നറിയാം. കാരണം സർക്കാർ കൊടുക്കുന്ന ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആവശ്യമായ രേഖകളെല്ലാം എല്ലാ വിഭാഗങ്ങളുടെയും പേര് വരികയാണ്. അതുകൊണ്ട് ഒന്നിനോ ഗവൺമെന്റ് ഇതിന്റെ പേര് പുനഃക്രമീകരിച്ചുകൊണ്ട് വിശ്വകർമ്മ പദ്ധതി എന്നാണെങ്കിൽ, വിശ്വകർമ്മ കൗശല യോജന എന്നാണെങ്കിൽ വിശ്വകർമ്മർക്ക് മാത്രമായി ആ പദ്ധതി ആ ഫണ്ടും ഉപയോഗിക്കണം. അല്ല, ഇന്ത്യയിലെ മുഴുവൻ കൈത്തൊഴിൽക്കാർക്കും വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പദ്ധതിയുടെ പേര് PM ആർട്ടിസാൻസ് കൗശൽ യോജന എന്ന പേരിലേക്ക് മാറ്റണം. വിശ്വകർമ്മ എന്ന പേരിട്ടുകൊണ്ട് മറ്റു വിഭാഗങ്ങൾ കൊടുക്കുകയും ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. അതുപോലെ ITI പോലുള്ള കാര്യങ്ങൾ, വിശ്വകർമ്മയുടെ കുലത്തൊഴിലായിട്ടുള്ള പരമ്പരാഗത തൊഴിലായിട്ടുള്ള കാർപ്പൻട്രിയും അതുപോലെ തന്നെ രാജ്യവിദ്യ അടക്കം പഠിപ്പിക്കുന്ന ITI നോൺ ട്രേഡിംഗ് വകുപ്പുകളിൽ വിശ്വകർമ്മർക്ക് സംവരണമില്ല. 2019 ജനുവരിയിൽ കൊണ്ടുവന്ന സവർണ സംവരണ ബില്ലിൽ നിയമപ്രകാരം 10% ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് കൂടി ഇവിടെ സംവരണമുള്ളപ്പോൾ വിശ്വകർമ്മയുടെ കുലത്തൊഴിൽ പഠിപ്പിക്കാൻ അത് ശാസ്ത്രീയമായ സർട്ടിഫിക്കറ്റ് കോഴ്സായി മാറുമ്പോൾ അത് വിശ്വകർമ്മർക്ക് സംവരണമില്ല. ആ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയില്ല. മറിച്ച് നായർ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനും മറ്റു ഉയർന്ന വിഭാഗങ്ങൾക്കെല്ലാം അതിൽ 10% സംവരണം വരിക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുലത്തൊഴിൽ പഠിക്കുന്ന കാര്യത്തിൽ പോലും ആ ITI കോഴ്സിൽ പോലും വിശ്വകർമ്മ സംവരണമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെല്ലാം വിശ്വകർമ്മർക്ക് മതിയായ പ്രാതിനിധ്യമോ അതിനുള്ള സംവരണമോ ലഭിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ 26-ാം തീയതി നടക്കുന്ന വിപുലമായിട്ടുള്ള കൺവെൻഷനും കേരളത്തിലെ വിശ്വകർമ്മ സംഘടനകളെ ആകെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പങ്കെടുക്കുന്ന രീതിയിലുള്ള കൺവെൻഷനും തുടർന്നുള്ള പ്രക്ഷോഭത്തിനും രൂപം നൽകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലയ്ക്കാണ് ഇക്കാര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കണം, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രതികരണം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രധാനമായും സാർ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രധാനമായും സംവരണം 2% 3% സംവരണം വിശ്വകർമ്മർക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സംവരണ അട്ടിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിദ്യാഭ്യാസ മേഖലയിലായാലും ഉദ്യോഗസ്ഥ മേഖലയിലായാലും ഒക്കെ വിശ്വകർമ്മരെ പാടെ അവഗണിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് എല്ലാ
സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PM വിശ്വകർമ്മ യോജന പദ്ധതിയെക്കുറിച്ച് സാറിനോട് പ്രതിപാദിച്ചു. അതും ഞങ്ങളുടെ പേര് പറഞ്ഞ് മറ്റ് സമുദായങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്ക് ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും വിശ്വകർമ്മ, അതായത് പൊതുവെ ഭരണരംഗങ്ങളിൽ നാളിതുവരെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം വിശ്വകർമ്മർക്ക് ഇല്ല. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ആയാലും ശരിയല്ല. ഞങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഞങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും ഞങ്ങളെ ആൾക്കാരെ പിന്നെ സ്ഥാനാർത്ഥികളാക്കുവാനോ മത്സരിപ്പിക്കുവാനോ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ പാടെ അവഗണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പിന്നെ 2-3% സംവരണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മെറിറ്റിൽ കിട്ടുന്ന ആ ഒരു നിയമനങ്ങൾ പോലും സംവരണത്തിന്റെ ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് മിടുക്കരായ ഞങ്ങളുടെ കുട്ടികളെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത കാണുന്നു ഈ അടുത്ത കാലം. പറയുമ്പോൾ ഞങ്ങൾക്ക് സംവരണം ഉണ്ടെന്ന് പറയുകയും യഥാർത്ഥത്തിൽ മെറിറ്റിൽ കിട്ടുന്ന നിയമനങ്ങൾ പോലും അത് സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ പിന്നോട്ട് പിന്നെ അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങൾ ഈ വരുന്ന 26-ാം തീയതി എറണാകുളത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി ഇതൊരു ഞങ്ങളുടെ അവകാശ പ്രഖ്യാപനം ആയി ഞങ്ങൾ മാറ്റും. അതിന് നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വേളയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ വിശ്വകർമ്മന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. വ്യക്തമായ സത്യമാണ്. ഈ മാറി മാറി വരുന്ന സർക്കാർ വിശ്വകർമ്മരെ വഞ്ചിക്കുകയാണ്. പക്ഷെ വോട്ട് ഇലക്ഷനെ അടുപ്പിച്ച് വിശ്വകർമ്മരെ ഒരു കൂട്ടത്തിൽ പോയി കാണുക, അതിച്ചിരി കാശ് കൊടുത്താലേ മയക്കുക. പക്ഷെ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ഒരു വ്യക്തിയെ വിജയിപ്പിക്കാനും തോൽപ്പിക്കാനും വിശ്വകർമ്മന് കഴിയും. അത് എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും ഉണ്ട് എന്ന് പറയും. എല്ലാ പ്രാവശ്യവും വിശ്വകർമ്മർ മണ്ടന്മാർന്നുള്ള ആ ധാരണ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ആർക്കായാലും അത് ഒന്നുകൂടെ ചിരിക്കുന്നുള്ളതാണ് നല്ലത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്നു. ഇവിടെ ഇപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് പുനരാവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും ഹൈന്ദവ സമൂഹത്തില് മൂന്നാമത്തെ ശക്തിയാണ് വിശ്വകർമ്മ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മേഖലയിലും മറ്റിതര മേഖലയിലും നോക്കിയാൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് വിശ്വകർമ്മ നിലനിൽക്കുന്നത്. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭരണസിലാ കേന്ദ്രങ്ങളിലും ഒരു കാര്യങ്ങളിലും വിശ്വകർമ്മക്ക് വേണ്ട അംഗീകാരം നൽകുന്നില്ല എന്നുള്ളതാണ് ആദരായ ഒരു കാര്യം. ഈ സമീപം കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു ബില്ലുണ്ട്, ആർട്ടിസാൻസ് മന്ത്രാലയം. ഈ ആർട്ടിസാൻസ് മന്ത്രാലയം വന്നു കഴിഞ്ഞാൽ ഈ കൈവേലക്കാർക്ക് വളരെ വ്യക്തമായ ഒരു പുരോഗതി ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാവും, ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാവും, അതിന് സമാനമായ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവും. പക്ഷെ അത് തുടർന്ന് ഉള്ള അതിന്റെ സബ്ജക്ട് കമ്മിറ്റിയെ വെക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതൊക്കെ നമുക്ക് ശക്തമായ പ്രതിഷേധത്തിന് വകവുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.